അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു മീൻകറി വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് നിങ്ങൾ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട്, രണ്ട് അല്ലി നമ്മുടെ കുടംപുളി. ഓക്കെ, കുടംപുളി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 6 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഒരു ജിഞ്ചർ, പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ നമ്മുടെ ഇത് നമുക്ക് ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഒരു ലേശം ഒരു 10 കൊച്ചുള്ളി, അതേപോലെ ഇത് ഒരു 10-12 കൊച്ചുള്ളി. ഓക്കെ, പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മീനാണ്. അതേത് മീൻ വേണ്ടോ എടുക്കാം. നമുക്ക് കരിമീനോ അല്ലെങ്കിൽ നെയ്മീനോ ഹമൂറോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് അതിനായിട്ട് നമ്മളിന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ചട്ടിയിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 എടുത്തു വെച്ചേക്കുന്ന പുളി, ഓക്കെ, അതുപോലെ തന്നെ കറിവേപ്പില, അതേപോലെ തന്നെ നമുക്കിനി ലേശം മഞ്ഞളും കൂടെ ഇട്ടിട്ട് നമ്മളിത് തിളപ്പിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുക്കുക. പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകി വെച്ചേക്കുന്നതും പിന്നെ അതേപോലെ തന്നെ കൊച്ചുള്ളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇത് അരപ്പുണ്ടാക്കാൻ പോവാണ്. ഇതിന് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് അരപ്പ് വേണം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ നേരെ തേങ്ങ എടുത്തു. തേങ്ങ ചെറുകിയ തേങ്ങയും പിന്നെ അതേപോലെ തന്നെ ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ പോവാണ്. ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി പൊടികൾ ചേർക്കണം. അത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഓക്കെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ എന്നാലും ഇതൊന്ന് വാടി വരട്ടെ. അതായത് നമുക്ക് പൊടി ചേർക്കുമ്പോഴത്തേക്കിന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ തേങ്ങ ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് ടെർമറിക് പൗഡർ, അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്. ഞാൻ സ്വല്പം ഒരു കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി സ്വല്പം ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നുകൂടെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു പാൻ എടുത്ത് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചേർത്തു. അതുപോലെ തന്നെ 3 പച്ചമുളകും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുഞ്ഞുള്ളിയും അത് നമ്മൾ 2ആയിട്ട് കീറിയിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ അകത്ത് ചേർക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അരപ്പ് ചേർത്തിരിക്കുകയാണ്. ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി വെച്ചത് നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കിയെടുത്ത ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ മീൻ ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ അരപ്പ് ചേർത്തു. നമ്മൾ അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മീൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ നല്ലതായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെയ്മീൻ കഷ്ണങ്ങൾ നമ്മൾ ചേർക്കുകയാണ്. കഴിഞ്ഞിട്ട് അതൊന്ന് വെന്ത് ഒന്ന് കുറുകി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് വെള്ളം കുറച്ചായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ്റെ ഒരു കണക്ക് വെച്ച് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവൂ, കൂടിപ്പോകരുത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തിക്കായിട്ട് കിട്ടത്തില്ല ഗ്രേവി. ഓക്കെ, അപ്പോൾ ഇതെന്താണെങ്കിലും ഇതിന് പറ്റും. ഓക്കെ, മീനൊന്ന് വെന്ത് ഒന്ന് സെറ്റാകട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ് അങ്ങനെ നമ്മുടെ നെയ്മീൻ കറി അങ്ങനെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കെട്ടുവെള്ളം മീൻകറിയും അതിൻ്റെ കൂട്ടത്തിൽ പൊറോട്ടയും പൊളിക്കും ഗൈസ്. നാവിൽ കൊതിയൂറും മീൻകറി.
അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഇപ്പൂസിനോട് നമുക്ക് നമ്മുടെ മീൻകറിയുടെ റിവ്യൂ ചോദിക്കാം. ഓക്കെ, ഇപ്പൂസ് മീൻകറി കൂട്ടി ചോറ് കഴിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ചോറ്? എന്തുവാ കറി എങ്ങനെ ഉണ്ടായിരുന്നു? എന്തുവാ? ഇങ്ങോട്ട് വാ കൈസാവും പോയി കേട്ടോ, കൊള്ളാമായിരുന്നു കേട്ടോ, അടിപൊളി. എന്തായാലും ഞാനും കൂടെ കഴിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ചോറ് കഴിച്ചു. ഇപ്പൊ എന്തായാലും ഞാനൊന്ന് മുക്കിയൊന്ന് കഴിച്ചു കേട്ടോ. ഒന്നും പറയില്ല, പോളിസ് സാധനം. അപ്പോൾ ഓക്കെ, എല്ലാം ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും പൊളിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ വരെ പൊളി സാധനമാണിത് കേട്ടോ. ഓക്കെ, എന്നാൽ ഈ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.